ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ചമ്മന്തിയാണ്. നമുക്ക് ദോശ, ഇഡലി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സവാളയാണ്. അതുപോലെ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം 1/4 ഇഞ്ച് സൈസിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ ചെറിയൊരു നാരങ്ങ സൈസിലുള്ള ഒരു ബോൾസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. അതുപോലെ 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എനിക്ക് വിട്ടുപോയതാണ്. 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. അപ്പോൾ വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇത് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ അരച്ച അരപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. 1 ടീസ്പൂൺ വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകിൻ്റെ കൂടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചമ്മന്തിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ഭാഗം സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി, അതുപോലെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് മതിയാകും. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കില്ല. ഒരു 1/4 ഇഞ്ച് സൈസിൽ അത്രയും പുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വറവിടാം. എനിക്കിത് വറവിടാതെയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. നമ്മൾ മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇതും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു വെള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും 1 കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്ന പുളി ഒരു ചെറിയ സൈസിലുള്ള 1/4 ഇഞ്ച് സൈസിലുള്ള പുളിയും അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ട പച്ചമുളക് നാടൻ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പച്ചമുളക് ചേർത്തന്നേ ഉള്ളൂ. ഒരു 2-3 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ഭാഗം സവാളയും അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം നല്ല നാടൻ പച്ചമുളകാണെങ്കിൽ നല്ല എരിവുണ്ടാകും. അതിനനുസരിച്ച് 1-2 ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. ഒരിച്ചിരി എണ്ണ ചൂടാകുമ്പോൾ ഒരിച്ചിരി കടുകും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല നാടൻ മുളക് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ഒരു വെള്ള കളറിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇതുപോലെയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി കാസർഗോഡൻ സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും 1 കപ്പ് തേങ്ങ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഭാഗം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പുളി ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക.
അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാനായിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. അതുപോലെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച കൂട്ട് ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തിളക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കടുമ്പ്, കൽത്തപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കടുമ്പിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണിത്. ഇതുപോലെ തിക്കായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഇനിയൊരിക്കൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇനിയും ഒരുപാട് വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഞാൻ ഇനിയൊരിക്കൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്